ഓ എന്താണ് ഇത് കുടിച്ച ചായനെ അവിടെ തന്നെ വെക്കണം. വൃത്തി എടുത്തു ഇതൊക്കെ ഒന്ന് വൃത്തി വെക്കണം. എന്റെ കയ്യും കാലം എത്തണം. ഇതിന്റെ കൂടി ഫോണും. ഹലോ ഹലോ ആ ആ സുഖാണ്. കാക്ക അവിടെ ഉണ്ട്. ആ എല്ലാവർക്കും സുഖാണ്. ആ ഈ സമയത്ത് പണിത്തിരക്കാന്ന് അറിയില്ലേ? എല്ലാരും വീട്ടിൽ ഈ സമയത്ത് പണിത്തിരക്കന്നല്ലേ? എല്ലാരും വീട്ടിലും സുഖാണ്. ഇജിപ്പോ എന്താ വിളിച്ച് അത് പറഞ്ഞോ? കാക്ക അവിടെ ഉറങ്ങാൻ തോന്നുന്നു. ഞാൻ പോയി നോക്കട്ടെ. ആ ആയിക്കോട്ടെ, എന്നാ ആയിക്കോട്ടെ. ഇനിയിപ്പോ ഇത് എന്തിനാണാവോ? കാക്ക ഉറങ്ങീക്കണ്. ആ ഞാൻ കൊടുക്കാം. ആരാ? നിങ്ങളെ പെങ്ങളാണ്. ആ എന്തോ ഞാൻ ഓ പിന്നെ സുഖമായിട്ട് പോകും. ആ പറഞ്ഞോ. പൈസ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ വേറെ ആവശ്യത്തിന് ഞാൻ കൊടുത്തു വിടുകയും ചെയ്തു. കൂടിയും കാര്യങ്ങളൊക്കെ ഇരുന്നില്ലേ, അത് കൊടുത്ത്. എന്തിപ്പോ അത്യാവശ്യം? പിന്നെ ഇതെന്റെ ഗൂഗിൾ പേ നമ്പർ അല്ലേ? ഞാൻ വേറെ ആവശ്യത്തിന് വെച്ച പൈസ ഉണ്ട്. തികയില്ല, എന്നാലും ഞാൻ ഉള്ളത് അങ്ങോട്ട് അയച്ചു തരാം കേട്ടാ. അല്ല അതെ, ഞാൻ പറഞ്ഞേക്ക്, ഇപ്പൊ ഉള്ളത് തൽക്കാലം ആക്കി ഞാൻ നാളെ ബാക്കി അങ്ങോട്ട് അയച്ചു തരാം. അവരോട് പറയട്ടാ, നാളെ ബാക്കി കൂടി അയച്ചു തരാം. എന്റെ കുട്ടിക്ക് സുഖല്ലേ? ആ കഴിച്ചിട്ടില്ലേ, കഴിക്കാനാവണല്ലേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വഴങ്ങിപ്പോയി. ഇല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ തൽക്കാലേ കുറച്ച് ഞാൻ അയക്കുന്നുണ്ട്, ബാക്കി നാളെ ഞാനുണ്ട് ഒന്ന് കൊടുന്നു തരേ. ഇനിയിപ്പോ ഓക്കെ, ഞാൻ പറയണത് കേട്ടാ മതി, വേറെ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. അതെ, ഈ വെച്ചോ ഞാൻ അവിടെ അയച്ചു തരാം. ശരി എന്നാ, ഞാൻ വിളിക്കോളാം. ആ ഞാൻ കഴിച്ചോളാം. ശരി ട്ടാ. അല്ല, നിങ്ങൾ എന്തിനാ പൈസ കൊടുക്കാന്ന് പറഞ്ഞത്? ഇവിടെ അല്ലെങ്കിൽ തന്നെ പൈസ ഇല്ല. ഇവിടെ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്ന് അറിയോ? അവൾ ഓരോന്ന് പറഞ്ഞ് വിളിക്കുമ്പോ തന്നെ ഉണ്ട് പൈസ തന്നെയാണ്. കാക്ക കൊടുക്കുക, സോപ്പ് ഇട്ടിട്ട് ഇതാക്കിട്ട് എന്താണ് തേന വിളിക്കുന്ന വർത്താനം കേട്ടാ തന്നെ ആരായാലും കൊടുത്തു. പൈസ കൊടുക്ക എനിക്ക് ഇവിടെ ഇല്ല. അതന്നെ ഇവിടെ തന്നെ ജീവിക്കാനില്ല. എന്നിട്ടാണ് ഇപ്പൊ നിങ്ങളെ പെങ്ങൾക്ക് പൈസ കൊണ്ട് കൊടുക്കായിട്ട്. അല്ല, എന്തിനെങ്കിലും അല്ലാതെ ഓള് പൈസ അല്ലാതെ വേറെ എന്തെങ്കിലും വിളിക്കുന്നുണ്ട് ഇവിടെ? നിങ്ങൾ കൊടുക്കണ എന്റെ പൈസ തന്നെയാണല്ലോ. എന്റെ മക്കളും ഞാൻ അനുഭവിക്കേണ്ട പൈസ തന്നെയാണ്. അത് എന്റെ പെങ്ങളാണ്. പെങ്ങള് ഞാനത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഓൾ അതിന് അർഹതയാണ്. എന്താ അർഹത? വേറെ ആരാൾക്ക് കൊടുക്കാനുള്ളത്? ഓൾക്ക് കൊടുക്കാൻ ആരില്ലെങ്കിൽ ഇന്നേ വരെ ഇജ് ചോറ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണോ? ഇങ്ങനെ ഒരു മര്യാദക്കൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? എന്നോട് സ്നേഹത്തോടെ ചോദിച്ചിട്ടുണ്ടോ? ഓൾ അങ്ങനെ ഇരുന്നില്ല. എന്റെ ഒപ്പം ഉണ്ടായിരുന്ന കാലത്ത് അപ്പോഴും അവളൊരു ശ്രദ്ധ ഉണ്ടായിരുന്നു. എന്ത് ശ്രദ്ധ? ക്യാഷിന് വിളിക്കും, പൈസ വെച്ച് നിങ്ങൾ ഇങ്ങനെ സോപ്പിട്ടാ നിങ്ങൾ കൊണ്ടേ കൊടുക്കും. അതന്നെ ഞാൻ കൊണ്ടുകൊടുക്കും. അതന്നെയാണ് നിങ്ങളൊക്കെ ഒന്ന് കിട്ടുന്നറിയാ. ഇവിടെ എന്താ ഉള്ളത്? നിങ്ങളടുത്ത് അതിന് മാത്രം പൈസ ഉണ്ടാ? ഞാൻ കൊടുക്കും. ഉള്ളതിന് കൊടുക്കാൻ ഉള്ളത് ഉണ്ടാ? അത് എന്റെ പെങ്ങളാ. പെങ്ങള്. അതെ, നിങ്ങളെല്ലാരും കൂടിയാണ് എന്റെ പെങ്ങളെ അതിന്റെ കത്തിയത്.
ഒരു ഓൾക്ക് ചങ്ങാശ്ശേരി ഒരാൾ ഇഷ്ടമുണ്ടായിരുന്നു. ഓല് പ്രയോഗിച്ചു, അത് ഓല് ഓന്റെ കൂടെ ഇറങ്ങിപ്പോയി. അങ്ങനെ പോയ ആൾക്കാർ പോട്ടേന്ന് വിചാരിക്കണോ? അത് അണക്ക് പറ്റും. നിങ്ങളെല്ലാരും കൂടി ഇന്നെ അങ്ങനെ ആക്കി. അവസാനം എന്തുണ്ടായി? ആ പാവം ആക്സിഡന്റിൽ മരിക്കുകയും ചെയ്തു. 2 കുട്ടികളാ, എത്തിയും കുട്ടികളാണ്. അതും കൂടി ആലോചിക്കണ ചെയ്യും. നാളെ എന്റെ ഇന്ത്യൻ ഗതി എന്താവും പറയാൻ പറ്റൂല. ഐറ്റങ്ങൾക്ക് കൊടുക്കാനുള്ള ഞാൻ കൊടുക്കും. അതിനിപ്പോ ആരെന്ത് പറഞ്ഞാലും ഒരു വർത്താനം ഇല്ലേ. ഓളെ നോക്കണ്ട ആള് ഞാനാ. അറിയണക്ക് നോക്കണ്ട ആള് ഞാന്. പിന്നെ ആരാ നോക്കുക? അണക്കെന്തെങ്കിലും ഇവിടെ കുറവ് വരുത്തുണ്ടോ? മാപ്പി ഇവിടെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ നോക്കണ്ടേ? മാപ്പി ഉണ്ടാക്കിയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടുള്ളൂ? ഇന്റെ പൈസ അല്ലേ? ഇപ്പോഴും വിളിച്ചപ്പോ എന്താ ചോദിച്ചു? നിങ്ങക്ക് സുഖല്ലേന്നാ ഇന്നോട് അറിയാല. സുഖല്ലേ പൊന്നല്ലേ പൊന്നല്ലേ കിട്ടണ്ടേ? അത് അന്നെ പോലുള്ള ആൾക്കാര് ഇത് മനസ്സ് തട്ടിച്ച് പോലും. കാരണം എന്റെ കൂടപ്പറപ്പവള്, എന്റെ ചോരനോള്. അറിയണക്ക് തന്നെയാണ് ഇട്ടെറിഞ്ഞു പോയത്. വേറൊരു ചെക്കനെ കണ്ടപ്പോ പ്രേമിച്ചു പോയത്. വലിയ സ്നേഹം ഉണ്ടായിട്ട്. ഈ പറഞ്ഞ പോലത്തെ ഒരു വർത്താനം അതിന്റെ അടുത്ത് കേട്ടിട്ടുണ്ടോ? മര്യാദക്ക് സ്നേഹത്തോടെ ഒരു സ്നേഹത്തോടെ വർത്താനം പറയാൻ പറ്റും മോന്താ ഒന്നും നന്നാവൂല. ഇതൊക്കെ നിങ്ങളിങ്ങനെ കായുള്ളത് കൊണ്ടു കൊടുത്തിട്ട് മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാം. അല്ലെങ്കിൽ തന്നെ മാർഗം കുറവന്നല്ലേ ഉള്ളൂ. ഇതന്നെ ആവശ്യം. എല്ലാവർക്കും അവനവന്റെ കാര്യം. ആദ്യം എന്താ അറിയോ, ഒരു അവനാന്റെ ബാക്കിയുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നിനക്കൊന്ന് പഠിക്കുക. സ്നേഹം വെട്ടി വീങ്ങി തിന്നാൻ പറ്റൂല, അറിയാ. അതിന് പൈസ തന്നെ വേണം. എന്താടി ഈ പറഞ്ഞ് ഇനി മേലാൽ എന്റെ ചീഞ്ഞ നാവുണ്ടല്ലോ ആയിട്ട് വർത്താനം പറഞ്ഞു നോക്കിയോ. ഇന്റെ പെങ്ങൾക്കും ഇന്റെ ബാക്കിയുള്ളവർക്കും കുടുംബക്കാർക്കും ഒക്കെ ഞാൻ കൊടുക്കും. മര്യാദക്കായി കേട്ട് നിക്കാൻ പറ്റിക്ക് നിന്നാ മതി. അല്ലെങ്കിൽ നിക്കണ്ട. എന്റെ പേരില്ലേ 2 താത്താര് 2 അവിടെ ഇരിക്കല്ലേ. ഇതേപോലത്തെ നാവ് ആയതുകൊണ്ട് തന്നെ ആ നാവേറ്റ് ഇഞ്ഞി ചലച്ച പല്ലുമോറ് സെറ്റാവുന്ന മാത്രല്ല പേരെ പോയിരിക്കേണ്ടി വരും. എന്റെ പേരയില് നല്ല ബോധം ഉണ്ടായിക്കോട്ടെ കേട്ടാ. ഇജ്ജ് എന്താ വിചാരിച്ചിക്കണ്? വേണ്ട ഞങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം വേണ്ട അയച്ചു പോകുമ്പോ ഇജ്ജിന്റെ തലേ കയറുക. അടങ്ങി ഒതുങ്ങി ഇവിടുന്ന് ഉള്ളത് തിന്നും കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ പൊയ്ക്കോണ്ടോ. ഇതേപോലെ തന്നെയാണ്. നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ കേട്ടാ. ഉമ്മാനോട് ഉപ്പാനോട് മര്യാദക്ക് പറഞ്ഞാളാ. ഇതുവരെ കളിച്ച കളി അല്ലെങ്കിൽ ഇനി കളിക്കാൻ നേരല്ല. ഇത് ഇന്റെ വീടാ. ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നെ ഭരിക്കാൻ വരരുത് കേട്ടാ. മനസ്സിലാവണ്ടല്ലോ. ഇന്റെ മെക്കെട്ട് കയറാനോ ഇന്നെ ഭരിക്കാനോ ഇനി വരരുതെന്ന്. അതല്ല അതിലപ്പുറാണെന്നുണ്ടെങ്കിൽ ഞാൻ പണി നോക്കി പോണ്ടി വരും. ഒരു വർത്താനം ഞാൻ വേറെ ഉണ്ടാവില്ല. അവനാന്റെ കാര്യത്തിന് മാത്രം ഉണ്ടാവുള്ളല്ലോ. അതെ, വരും ഓടെ ഉള്ളത് എന്നെ ഭരിക്കാൻ വരുന്നു. എന്റെ പെങ്ങന്മാരിന്റെ കാര്യം ഞാനാ നോക്കണം, വേറെ ആരില്ല.